ഹലോ എവ്രിവൺ. ഹോട്ട് വാക്സിംഗ് അല്ലെങ്കിൽ വോം വാക്സിംഗ് ചെയ്യുന്നതിനായി പഠിപ്പിക്കുന്ന ഈ സെക്ഷനിലേക്ക് സ്വാഗതം. ഹോട്ട് അല്ലെങ്കിൽ വാം വാക്സിംഗ് സൗന്ദര്യ വ്യവസായത്തിലെ ജനപ്രിയവും ഏറെ ആവശ്യക്കാരുമുള്ളതായ ഒരു സേവനമാണ്. സലൂണുകളിലും സ്പാകളിലും ഫലപ്രദമായി മുടി നീക്കം ചെയ്യാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. ഹോട്ട് വാക്സിങ്ങിനും വാം വാക്സിങ്ങിനും അടിസ്ഥാനപരമായി ഒരേ നടപടിക്രമമാണ്. ഹോട്ട് വാക്സിങ്ങിൽ മെഴുക് ഒരു ഡബിൾ പാനലിൽ ചൂടുവെള്ളത്തിൽ വെച്ച് ചൂടാക്കിയോ അല്ലെങ്കിൽ ഒരു വാക്സ് വാർമർ ഉപയോഗിച്ച് ഉയർന്ന താപനിലയിൽ ഉരുക്കുന്നു. ഇപ്രകാരം ഉരുകിയ മെഴുക് ബ്യൂട്ടീഷ്യൻ തന്റെ കൈത്തണ്ടയിൽ ഉപയോഗിച്ച് ചൂട് പരിശോധിച്ചതിനു ശേഷം ക്ലയന്റിന്റെ ശരീരത്തിൽ പ്രയോഗിക്കുന്നു. വാം വാക്സ് എന്നാൽ വാക്സ് വാർമറോ മൈക്രോവേവോ ഉപയോഗിച്ച് നേരിട്ട് ചൂടാക്കി ചൂട് പരിശോധിച്ച ശേഷം പ്രയോഗിക്കുന്നത് ഇങ്ങനെയാണ്. ഈ സെഷനിൽ വാം വാക്സിംഗിന്റെ നടപടികൾ എന്തൊക്കെയാണെന്ന് കാണാം. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ഹോട്ട് അല്ലെങ്കിൽ വാം വാക്സിങ്ങിന് ആവശ്യമായ വസ്തുക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. ഹോട്ട് അല്ലെങ്കിൽ വാം വാക്സിംഗ് ചെയ്യുക. ഒപ്പം ഹോട്ട് വാക്സിങ്ങിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ക്ലയന്റുകൾക്ക് പറഞ്ഞുകൊടുക്കുക. ഹോട്ട് അല്ലെങ്കിൽ വാം വാക്സിങ്ങിന് ആവശ്യമായ ഉപകരണങ്ങളും വസ്തുക്കളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി പറയുന്നവയാണ് അവ. ക്ലയന്റിനുള്ള സാനിറ്റൈസ് ചെയ്ത വൃത്തിയുള്ള ഷീറ്റ് വിരിച്ച കസേരയോ ബെഡോ, ട്രോളി, സ്റ്റീലിലോ തടിയിലോ ഉള്ള സ്പാറ്റുല, ട്വീസറുകൾ, കത്രിക, വാക്സ് വാർമർ, വൈറ്റ് സാനിറ്റൈസർ, ഹോട്ട് വാക്സ് അല്ലെങ്കിൽ വാം വാക്സ്, വാക്സിംഗ് സ്ട്രിപ്പുകൾ അഥവാ സെല്ലോഫെയിൻ സ്ട്രിപ്പുകൾ, ഡിസ്പോസിബിൾ കയ്യുറകൾ, ടാൽക്കം പൗഡർ, സ്കിൻ ലോഷൻ, സാനിറ്റൈസ് ചെയ്ത വൃത്തിയുള്ള ടവൽ വലുതും ചെറുതും, കോട്ടൺ, ഐസ് ക്യൂബുകൾ, സൂത്തിംഗ് ലോഷൻ, ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ, പ്ലാസ്റ്റിക് ഷീറ്റ്, സോപ്പും വെള്ളവും, കൂടാതെ ഉപയോഗിച്ച വാക്സ് സ്ട്രിപ്പുകൾ ശേഖരിക്കാനുള്ള ബയോഡീഗ്രേഡബിൾ ലൈനറുകളുള്ള വേസ്റ്റ് ബിൻ. ഓരോ ഉപയോഗത്തിനും മുമ്പ് ഉപകരണങ്ങൾ സ്റ്റെറിലൈസേഷൻ മെഷീൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കണം. പാത്രവും ടവലും കഴുകി അണുവിമുക്തമാക്കുകയും വൃത്തിയുള്ള പുതിയ വാക്സ് സ്ട്രിപ്പുകൾ തയ്യാറാക്കുകയും വേണം. നടപടിക്രമത്തിനാവശ്യമായ ഉപകരണങ്ങളും വസ്തുക്കളും നിരത്തിയ ട്രോളി തയ്യാറാക്കുക. ഇപ്പോൾ നമുക്ക് 9 ഘട്ടങ്ങളുള്ള ഹോട്ട് അല്ലെങ്കിൽ വാം വാക്സിംഗ് നടപടിക്രമം ആരംഭിക്കാം. വാക്സ് ചെയ്യേണ്ട ഭാഗം ഒരുക്കുക. വാക്സ് ചൂടാക്കുക. വാക്സിന്റെ ചൂട് പരിശോധിക്കുക. മുടി വളരുന്ന ദിശയിൽ വാക്സ് പുരട്ടുക. സ്ട്രിപ്പ് എടുത്ത് വാക്സിലേക്ക് നന്നായി അമർത്തുക. മുടി വളരുന്നതിന്റെ എതിർദിശയിൽ വലിച്ച് സ്ട്രിപ്പ് നീക്കം ചെയ്യുക. വൃത്തിയുള്ള ഒരു ടവൽ തണുത്ത വെള്ളത്തിൽ മുക്കി വാക്സ് ചെയ്ത ഭാഗം തുടയ്ക്കുക. സൂത്തിംഗ് ലോഷൻ പുരട്ടുക. വേസ്റ്റുകൾ നീക്കി ജോലിസ്ഥലം വൃത്തിയാക്കുക. ഇനി നമുക്ക് ഓരോ ഘട്ടങ്ങളും വിശദമായി നോക്കാം. ഇപ്പോൾ നമുക്ക് കാലുകളുടെ പകുതി ഭാഗം വാക്സ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. വാക്സിങ്ങിനായുള്ള സ്ഥലം തയ്യാറാക്കുക. വാക്സ് ചെയ്യേണ്ട സ്ഥലം നിശ്ചയിക്കുക. നീക്കം ചെയ്യേണ്ട മുടിയുടെ നീളം പരിശോധിക്കുക. മുടിയുടെ നീളം 8-1 മുതൽ 4-1 ഇഞ്ച് ആയിരിക്കണം. അതായത് 3 മുതൽ 6 മില്ലിമീറ്റർ വരെ. വീര്യം കുറഞ്ഞ സ്കിൻ ക്ലെൻസർ അല്ലെങ്കിൽ ക്ലെൻസിംഗ് പാഡ് അല്ലെങ്കിൽ ചൂടുള്ള ടവൽ ഉപയോഗിച്ച് വാക്സ് ചെയ്യേണ്ട ഭാഗം വൃത്തിയാക്കിക്കൊണ്ട് തുടങ്ങാം. ചർമ്മം നന്നായി ഉണക്കുക. വൃത്തിയുള്ള കോട്ടൺ പാഡ് ഉപയോഗിച്ച് ടാൽക്കം പൗഡർ പൂശുക. വാക്സ് ചൂടാക്കുക.
ക്ലയന്റിന് ആവശ്യമായ വാക്സ് ഉൽപ്പന്നം തിരഞ്ഞെടുക്കുക. നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വാക്സ് ചൂടാക്കുക. ഹോട്ട് വാക്സിങ്ങിന് വാക്സ് ഒരു ഡബിൾ പാനിൽ ചൂടുവെള്ളത്തിലും വാം വാക്സിങ്ങിന് വാക്സ് വാമറോ മൈക്രോവേവോ ഉപയോഗിച്ചുമാണ് വാക്സ് ചൂടാക്കേണ്ടത്. മുൻകരുതൽ: ഉപയോഗത്തിന് ശേഷം വാക്സ് വാമർ ഓഫ് ചെയ്യാൻ മറക്കരുത്. വാക്സിന്റെ ചൂട് പരിശോധിക്കുക. കുറച്ച് വാക്സ് നിങ്ങളുടെ കൈത്തണ്ടയുടെ ഉൾവശത്ത് പുരട്ടി അതിന്റെ ചൂടും ഉറപ്പും പരിശോധിക്കുക. വാക്സിന് ചെറു ചൂടുണ്ടായിരിക്കണം, പക്ഷേ വളരെ ചൂടുണ്ടാവരുത്. മുടി വളരുന്ന ദിശയിൽ വാക്സ് പുരട്ടുക. മരം കൊണ്ടുള്ള ഒരു സ്പാറ്റുല ഉപയോഗിച്ച് മുടി വളരുന്ന ദിശയിൽ ചെറിയ ഭാഗങ്ങളായി ഹോട്ട് അല്ലെങ്കിൽ വാം വാക്സ് നേർത്ത പാളിയായി പുരട്ടുക. ഒരു നല്ല ശീലം: വാക്സ് കനം കുറച്ച് തുല്യമായാണ് പരത്തുന്നതെന്ന് ഉറപ്പാക്കുക. സ്ട്രിപ്പ് എടുത്ത് വാക്സിലേക്ക് നന്നായി അമർത്തുക. ഒരു ഡിസ്പോസിബിൾ വാക്സിംഗ് സ്ട്രിപ്പ് എടുത്ത് അത് വാക്സിനു മേലെ വയ്ക്കുകയും മുടി വളരുന്ന ദിശയിൽ മൃദുവായി അമർത്തുകയും ചെയ്യുക. ഒരു നല്ല ശീലം: സ്ട്രിപ്പിനു മേലെ 3 മുതൽ 5 തവണയോളം മൃദുവായി അമർത്തുക. വാക്സ് മുടിയിൽ നന്നായി പിടിക്കാൻ മുടി വളരുന്ന ദിശയിൽ സ്ട്രിപ്പ് സമമായി തേച്ചു പിടിപ്പിക്കുക. മുടി വളരുന്നതിന്റെ എതിർദിശയിൽ വലിച്ച് സ്ട്രിപ്പ് നീക്കം ചെയ്യുക. മുടി വളരുന്നതിന്റെ എതിർദിശയിലേക്ക് വാക്സ് സ്ട്രിപ്പ് വലിക്കുക. ഒരു കൈകൊണ്ട് ചർമ്മം മുറുകെ പിടിച്ച് മറുകൈ ഉപയോഗിച്ച് രോമം വളരുന്നതിന്റെ എതിർദിശയിലേക്ക് വളരെ പെട്ടെന്ന് സ്ട്രിപ്പ് വലിക്കുക. സ്ട്രിപ്പ് ചർമ്മത്തിൽ നിന്നും അകലാതെ വലിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കൂടുതൽ വേദനയുണ്ടാവാൻ ഇടയുണ്ട്. ഒരു നല്ല ശീലം: ചർമ്മത്തിന് അസ്വസ്ഥതയുണ്ടാകാതിരിക്കാൻ സ്ട്രിപ്പ് ചർമ്മത്തിന് സമാന്തരമായി വലിക്കുക. സ്ട്രിപ്പ് നീക്കം ചെയ്തു കഴിഞ്ഞാൽ അസ്വാസ്ഥ്യങ്ങൾ കുറയ്ക്കുന്നതിന് വാക്സിംഗ് ചെയ്ത ഭാഗത്ത് കൈകൊണ്ട് അമർത്തിപ്പിടിക്കേണ്ടതാണ്. ഓരോ തവണയും പുതിയ സ്ട്രിപ്പുകൾ ഉപയോഗിച്ച് ഇതേ നടപടിക്രമം പിന്തുടരുക. ഇപ്രകാരം മുടി പൂർണ്ണമായും നീക്കപ്പെടുന്നതുവരെ ഓരോ ഭാഗങ്ങളിലായി വാക്സ് പുരട്ടുന്നതും സ്ട്രിപ്പ് നീക്കം ചെയ്യുന്നതും തുടരുക. ഒറ്റ തിരിഞ്ഞു നിൽക്കുന്ന മുടികൾ ട്വീസറുകൾ ഉപയോഗിച്ച് നീക്കം ചെയ്യുക. കണ്ണാടിയിൽ നോക്കി വാക്സ് ചെയ്ത സ്ഥലം പരിശോധിക്കാൻ ക്ലയന്റിനോട് ആവശ്യപ്പെടുക. നനഞ്ഞ ഒരു ടവൽ ഉപയോഗിച്ച് വാക്സ് ചെയ്ത ഭാഗം തുടച്ച് വൃത്തിയാക്കുക. ശ്രദ്ധിക്കുക: വാക്സ് ചെയ്ത പ്രദേശത്ത് തടവരുത്. സൂത്തിംഗ് ലോഷൻ പുരട്ടുക. കൈകൾ കഴുകുക. തുടർന്ന് വാക്സിംഗ് ചെയ്ത ഭാഗത്ത് ആന്റിസെപ്റ്റിക് ക്രീമോ ലോഷനോ പുരട്ടുക. ശ്രദ്ധിക്കുക: വൃത്തിയാക്കാത്ത കൈകൾ കൊണ്ട് വാക്സിംഗ് ചെയ്ത ഭാഗത്ത് സ്പർശിക്കരുത്. മാലിന്യ നിർമ്മാർജ്ജനവും ശുചീകരണവും: എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്യുകയും പരിസരം വൃത്തിയാക്കുകയും ചെയ്യുക എന്നതാണ് അവസാന ഘട്ടം. ക്ലിനിക്കൽ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഇൻഡസ്ട്രിയൽ കയ്യുറകൾ ഉപയോഗിക്കുക. ഉപയോഗിച്ച വാക്സ് സ്ട്രിപ്പുകൾ ബിന്നുകളിൽ നിക്ഷേപിക്കുക. തറയിൽ വാക്സ് വീണിട്ടുണ്ടെങ്കിൽ അത് നീക്കി തറ തുടച്ച് വൃത്തിയാക്കുക. സ്പാറ്റുലയിൽ വാക്സ് ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുക. ഉപയോഗിച്ച ബെഡും കൗണ്ടറും സാനിറ്റൈസ് ചെയ്യുക. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ കഴുകുക. മറ്റ് ശരീരഭാഗങ്ങൾ വാക്സിംഗ് ചെയ്യുന്നതിന് പാലിക്കേണ്ടതായ ചില പൊതു മാർഗനിർദ്ദേശങ്ങൾ നോക്കാം. മേൽചുണ്ടിന്റെ ഭാഗം വാക്സിംഗ് ചെയ്യുന്നതിന് ആ പ്രദേശത്തെ 2 ഭാഗങ്ങളായി വിഭജിക്കുക. ഒന്ന് ക്യൂപിഡ് ബൗവിന്റെ, അതായത് ചുണ്ടിന്റെ ഇടത്തു ഭാഗത്തോട്ടും മറ്റൊന്ന് ചുണ്ടിന്റെ വലത്തു ഭാഗത്തോട്ടും വാക്സ് പുരട്ടുക. ചൂണ്ടുവിരൽ കൊണ്ട് ചുണ്ടുകളുടെ അറ്റത്തേക്ക് വാക്സ് സ്ട്രിപ്പ് അമർത്തുക. കക്ഷത്തിൽ വാക്സ് ചെയ്യുമ്പോൾ കക്ഷത്തിലെ രോമങ്ങൾ മധ്യത്തിൽ നിന്ന് മുകളിലേക്കും മധ്യത്തിൽ നിന്നും താഴേക്കുമായി 2 ഭാഗങ്ങളായി വേർതിരിക്കുക. മധ്യത്തിൽ നിന്ന് മുകളിലേക്കുള്ള ഭാഗത്ത് വാക്സ് പുരട്ടുക. അവിടം വാക്സ് ചെയ്യാൻ മുൻപത്തെ നടപടിക്രമങ്ങൾ ആവർത്തിക്കുക. അതുപോലെ മധ്യത്തിൽ നിന്ന് താഴേക്കും വാക്സ് പുരട്ടുക.
കാലുകൾ പൂർണ്ണമായും വാക്സ് ചെയ്യുന്നതിന് തുടയുടെ മുൻവശത്ത് മേൽഭാഗത്തു നിന്നും ആരംഭിക്കുക. അതുപോലെ കൈകൾ പൂർണ്ണമായി വാക്സ് ചെയ്യുകയാണെങ്കിൽ ഷോൾഡറിന്റെ മുൻവശത്തു നിന്ന് ആരംഭിക്കുക. പകുതി കൈകൾ വാക്സ് ചെയ്യുകയാണെങ്കിൽ കൈമുട്ടിന്റെ മുൻഭാഗത്തു നിന്നും ആരംഭിക്കുക. വാക്സിംഗ് പൂർത്തിയാക്കിയ ശേഷം ക്ലയന്റുകൾക്ക് തുടർ പരിചരണത്തിനുള്ള ടിപ്സ് നൽകുക. ഇനി പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ ക്ലയന്റിനോട് ആവശ്യപ്പെടുക. വാക്സിംഗ് ചെയ്ത ഭാഗത്ത് ഡിയോഡറന്റ്, പെർഫ്യൂം അല്ലെങ്കിൽ ടാൽക്കം പൗഡർ എന്നിവ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. കുറഞ്ഞത് 48 മണിക്കൂറെങ്കിലും ചൂടുള്ളതോ അല്ലെങ്കിൽ ബബിൾ ഷവറോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. കാരണം ഇത് ചർമ്മത്തിന് അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം. വാക്സിംഗിന് ശേഷം കുറഞ്ഞത് 48 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശമേൽക്കുക, നീന്തുക എന്നിവ ഒഴിവാക്കണം. അവസാനിപ്പിക്കുന്നതിന് മുൻപ് പഠിച്ച പ്രധാന പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ഹോട്ട് അല്ലെങ്കിൽ വാം വാക്സിന്റെ പ്രക്രിയയിൽ 9 ഘട്ടങ്ങൾ ഇവയാണ്. ഘട്ടം 1 വാക്സിങ്ങിനായുള്ള സ്ഥലം തയ്യാറാക്കുക. ഘട്ടം 2 വാക്സ് ചൂടാക്കുക. ഘട്ടം 3 വാക്സിന്റെ ചൂട് പരിശോധിക്കുക. ഘട്ടം 4 മുടി വളരുന്ന ദിശയിൽ വാക്സ് പുരട്ടുക. ഘട്ടം 5 സ്ട്രിപ്പ് കൊണ്ട് വാക്സിൽ നന്നായി അമർത്തുക. ഘട്ടം 6 മുടി വളരുന്നതിന് എതിർദിശയിൽ വലിച്ച് സ്ട്രിപ്പ് നീക്കം ചെയ്യുന്നു. ഘട്ടം 7 വൃത്തിയുള്ള ഒരു ടവൽ തണുത്ത വെള്ളത്തിൽ മുക്കി വാക്സ് ചെയ്ത ഭാഗം തുടയ്ക്കുന്നു. ഘട്ടം 8 സൂത്തിങ് ലോഷൻ പുരട്ടുക. ഘട്ടം 9 വേസ്റ്റുകൾ നീക്കി ജോലിസ്ഥലം വൃത്തിയാക്കുക. അഭിനന്ദനങ്ങൾ! ഹോട്ട് അല്ലെങ്കിൽ വാം വാക്സിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ ഇപ്പോൾ പഠിച്ചു. ഇനി നിങ്ങൾക്ക് ജനപ്രിയവും ഡിമാൻഡുള്ളതുമായ ഈ സേവനം നിങ്ങളുടെ ക്ലയന്റുകൾക്ക് നൽകാൻ കഴിയും. വീഡിയോ കണ്ടതിന് നന്ദി. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം.